നമസ്കാരം. വേടൻ, അതായത് റാപ്പർ വേടൻ, പ്രത്യേകിച്ചൊരു മുഖവരയുടെ ഒന്നും ആവശ്യമില്ല. സ്റ്റേജ് ഷോകളിലൊക്കെ തന്നെ നമ്മുടെ യുവാക്കളെ വളരെ ആവേശത്തോടു കൂടി തന്നെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് വേടൻ്റെ പാട്ടുകൾക്കും പലപ്പോഴും വേദികളിൽ വെച്ച് വേടൻ സംസാരിക്കുന്ന വാക്കുകൾക്കൊക്കെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പലപ്പോഴും പല സ്റ്റേജ് പരിപാടികൾ വേടനെ നടക്കുമ്പോൾ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ തിക്കും തിരക്കും ബഹളമാണ്. വേടനൊന്ന് കാണാനായിട്ട് വലിയ വലിയ ഒരു സ്റ്റേജിൻ്റെ അപ്പുറത്തേക്കുള്ള കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു, മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ഒരു തലമുറയാണ് നമ്മൾ വേടൻ്റെ സ്റ്റേജ് പരിപാടിക്ക് പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വേടൻ്റെ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിച്ചതിനും അതുപോലെ തന്നെ 6 ഗ്രാമോളം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് കഴിഞ്ഞ ദിവസം വേടനെ അറസ്റ്റ് ചെയ്തു പോകുന്ന ദൃശ്യങ്ങളും വാർത്തകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു വിമർശനവും കാര്യങ്ങളും കേസൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജ് തുറക്കുമ്പോൾ വേടന് വേണ്ടിയിട്ട് 2 കൂട്ടർ ഇപ്പോൾ തർക്കിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ വേടൻ ആയതുകൊണ്ടാണ് പോലീസ് ഇത്തരം നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊക്കെ അറിയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേടനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ പോസ്റ്റ് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വേടൻ ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ച് വിമർശിച്ചിട്ടും ആളുകൾ പോസ്റ്റ് ഇടുന്നുണ്ട്. ഇപ്പോൾ കാര്യം ശരിയാണ്, വേടൻ്റെ പാട്ടുകളോട് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിലൂടെ പറയുന്ന രാഷ്ട്രീയത്തോട് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ ഒരു തരത്തിലും ഈ പറയുന്ന ഇപ്പോൾ കഞ്ചാവ് കേസിനൊക്കെ അതിനൊന്നും യാതൊരു തരത്തിൽ അതും പറഞ്ഞ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നത് തെറ്റ് തന്നെയാണെന്നാണ് പറയാനുള്ളത്. ഈ വേടനോട് പക വീട്ടി എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പക വീട്ടാനുണ്ടായ സാഹചര്യം എന്താണ് അങ്ങനെയെങ്കിൽ? അതാണ് എനിക്ക് ശരിക്കും ചോദിക്കാനുള്ളത്. കാരണം വേടൻ പാട്ടിലൂടെ രാഷ്ട്രീയം പറയുന്നുണ്ട്, അരാജകത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. അത് വേടൻ മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഉള്ള തിന്മകളെക്കുറിച്ച് സിനിമയിലൂടെ സംസാരിക്കുന്നുണ്ട്, പാട്ടിലൂടെ സംസാരിക്കുന്നുണ്ട്, അതുപോലെ പ്രവൃത്തിയിലൂടെ അത് മാറ്റിമറിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്, വിപ്ലവകാരികളുണ്ട്, അങ്ങനെയൊക്കെ നിരവധി ആളുകളുള്ള നമ്മുടെ മനുഷ്യരാശിയിൽ തന്നെയാണ് വേടനും ഉള്ളത്. വേടന് പ്രത്യേക പ്രിവിലേജ് ഒരിക്കലും വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വേടൻ ഇവിടെ വേട്ടയാടുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 ചില കാര്യങ്ങളാണ്. വേടൻ ഉപയോഗിച്ചാൽ അത് തെറ്റല്ല എന്നുണ്ടോ? ഒന്നാമത്തേതായി, വേടൻ എന്നല്ല, ഹിരൺദാസ് മുരളി എന്നാണ് നല്ലൊരു പേരുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ചൂസ് ചെയ്ത ഒരു പേരാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വേടനെ കുറിച്ചുള്ള ഒരുപാട് സ്റ്റോറികൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്നിരുന്നാലും ഇദ്ദേഹം ഇതിനു മുമ്പും വാർത്തകളിൽ ഇടം നേടിയിരുന്നു 2021, 4 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം കഞ്ചാവ് വലിച്ചു, അതാണ് ഇപ്പോഴത്തെ കുറ്റം. 5 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, എക്സൈസ് സംഘം അവിടെ എത്തിയപ്പോഴുണ്ടായിരുന്ന ചിത്രം. തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിലാണ് എത്തിയത്. ഹിൽ പാലസ് പോലീസായിരുന്നു അവിടെ അന്വേഷണത്തിനായി ചെന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം മുറി തുറന്നപ്പോൾ അവർക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. കാരണം ആ മുറി നിറയെ പുകയാണ്, അതിരൂക്ഷമായ ഗന്ധമായിരുന്നു. അവർക്ക് അവിടെ നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത്. ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ഈ കഞ്ചാവിനപ്പോൾ ഒരു 9 ലക്ഷം രൂപ പണം ഒരു കവറിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടു. അത് അദ്ദേഹം പരിപാടി ചെയ്ത് സമ്പാദിച്ച പണമാണ്. കാരണം നമുക്കറിയാമല്ലോ, സർക്കാരിൻ്റെ പരിപാടികളിൽ പോലും നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് വേടൻ. ഒരാഴ്ചയ്ക്ക് മുന്നേ ആയിരുന്നു തിരുവനന്തപുരം നിശാഗന്ധിയിൽ സഹകരണ വകുപ്പിൻ്റെ എക്സ്പോ നടക്കുന്ന വേളയിൽ അവിടെ പരിപാടി അവതരിപ്പിക്കാനായി വേടൻ എത്തിയത്. എനിക്കറിയാം, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പോയിരുന്നു. അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ പരിസരത്തേക്ക് അടുക്കാനുള്ള ഒരു നിർവാഹമില്ലായിരുന്നു. കാരണം അത്രയധികം തിരക്കായിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴും, വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതുവരെയും കാണാത്ത രീതിയിൽ, ഒരു സംസ്കാരമില്ലാത്ത രീതിയിൽ ആരാധകർ എന്ത് ചെയ്യുന്നു, അവിടെ പ്രതികരിക്കുന്നു. ഞാൻ പല പരിപാടിക്കും അവിടെ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ കെട്ടിയിരിക്കുന്ന മരത്തിന് മുകളിൽ വലിഞ്ഞു കയറുക, ഒരു പരിപാടി കാണുന്നത് അങ്ങനെയാണോ ഞാൻ ചോദിക്കുകയാണ്. ഒരു മരത്തിന് മുകളിൽ വലിഞ്ഞു കയറുക, അവിടെയുള്ള ഓടിന് മുകളിൽ കയറുക, ആൽമരം നിൽക്കുന്നതിൽ വലിഞ്ഞ് മുകളിലേക്ക് കയറുക, അപകടകരമായ രീതിയിൽ ഓരോന്ന് ചെയ്യുക, ഈ പവർ യൂണിറ്റ് നിൽക്കുന്ന ലോറിയുടെ മുകളിൽ കയറുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവണതയാണ് വേടൻ്റെ പരിപാടി വരുമ്പോൾ എല്ലായിടത്തും കാണുന്നത്. ആരാധകരൊക്കെയാണ്, വേടനെ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ്. പക്ഷേ ഈ ആരാധന അമിതമാകുമ്പോൾ, അതിരുവിട്ട് പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ ആരാധകരോട് വേടൻ എന്ത് ചെയ്യാറുണ്ട്, സംവദിക്കാറുണ്ട്. എടാ മോനെ, നീ അങ്ങനെ ചെയ്യരുത്, ചേട്ടാ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. അത് വളരെ നല്ല കാര്യമാണ്. മറ്റുള്ളവരൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രേക്ഷകരുടെ കാര്യത്തിൽ ഇടപെടുമെന്ന്. ഇതോടൊപ്പം തന്നെ വേടൻ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലായതിനു ശേഷം ഏറ്റവും വൈറലായൊരു സംഭവമാണ്. എന്നോട് ഒരുപാട് അമ്മമാർ വിളിച്ച് കരയുന്നുണ്ട്. എന്തിനാണ് ഈ സിന്തറ്റിക് ഡ്രഗൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ തലമുറ നശിച്ചു പോണതിൻ്റെ കാര്യമാണ്. അതാണ് ഏറ്റവും അധികം ചർച്ചയായ ഒരു വിഷയം. മക്കളെ ഉപദേശിക്കണമെന്ന് ആരുടെ അടുത്ത് പറയുന്നു? വേടൻ്റെ അടുത്ത് പറയുന്നു. നല്ല പാർട്ടിയാണ്. അപ്പോൾ വേടൻ എന്ത് പറയുന്നുണ്ട്, 6-7 പേര് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് 2 പേരെന്ത് ചെയ്യും, ചത്തുപോകും. ഇങ്ങനെയാണ് പുള്ളി പറയുന്നത്.
അതായത് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പുള്ളി പാട്ടിലൂടെ പറയുന്ന രാഷ്ട്രീയം എല്ലാം ശരിയാണ്, അതിനോടൊക്കെ തന്നെ യോജിപ്പാണ്. പക്ഷേ ഈ പ്രവൃത്തിയും പറച്ചിലും തമ്മിലൊരു ബന്ധം വേണ്ടേ? ആ ബന്ധമില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയേണ്ടത്. ഇനിയിപ്പോൾ ഈ ഒരു 5 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിലാണോ വേടനെ വിമർശിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറയാം, ഇതിനു മുൻപ് വേടനെക്കുറിച്ച് കേട്ടെന്ന് പറഞ്ഞല്ലോ 2021 അതായത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റിനെതിരെ സംസാരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. ആ പേജിലൂടെയാണ് പല പ്രധാനപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. നമ്മുടെ സിദ്ദിഖിനെതിരായിട്ടുള്ള ആരോപണം പോലും നേരത്തെ ആ പേജിലൂടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ പേജിലൂടെ പറഞ്ഞിരിക്കുന്നത് വേടനെതിരായിട്ടുള്ള വേടൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. ഒരു പക്ഷേ വേടൻ്റെ പെൺസുഹൃത്തായിരിക്കാം, അതല്ലെങ്കിൽ വേടൻ നിർബന്ധപൂർവ്വം ചെയ്തതായിരിക്കാം എന്തെങ്കിലും മോശകരമായ പ്രവൃത്തി. അത് കൃത്യമായി അക്കമിട്ട് പറയുന്നു. വളരെ മോശകരമായ ഒരു കാര്യമാണ്, ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് വേടൻ എന്ത് ചെയ്യുന്നത് ആദ്യമായി ചോദിക്കുന്നത്. അതിനുശേഷം ക്രൂരമായി എന്ത് ചെയ്യുന്നു, കൃത്യമായി പറഞ്ഞാൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു. വേണ്ട എന്ന് പറഞ്ഞാലും കൺസെൻ്റ് ഇല്ലാതെയും വേടൻ എന്ത് ചെയ്യും, ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് ആ പരാതിയിലൂടെ ആ ഒരു മീറ്റു ആരോപണത്തിലൂടെ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ ഏതാണ് എന്നുള്ളത് ചോദിക്കുന്നവരോട് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോഴേ അപ്പം മീറ്റു പറഞ്ഞ് ആർക്കെതിരെ എന്തും പറയാമോ എന്ന് ചോദിക്കുമ്പോൾ വേടൻ തന്നെ മാപ്പ് പറഞ്ഞ കാര്യമാണ്. തെറ്റിയതില്ലെങ്കിൽ എന്തിനാണ് മാപ്പ് പറയുന്നത്? വേടൻ തന്നെ പറഞ്ഞു തനിക്ക് തൻ്റെ ഭാഗത്തൊരു എന്ത് പറ്റി, മിസ്റ്റേക്ക് പറ്റി, നല്ല കാര്യമാണ്, തെറ്റ് അംഗീകരിച്ചല്ലോ. പക്ഷേ സെക്ഷൽ ഹറാസ്മെൻറ്റ് അതിപ്പോൾ മാപ്പ് പറഞ്ഞാൽ മാറും, അതില്ല, അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയധികം പ്രശസ്തി ആർക്ക് കിട്ടിയത്, പേരും പെരുമയും ആർക്ക് കിട്ടിയത്, വേടന് കിട്ടിയത്. ഇപ്പോൾ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ സർക്കാരിൻ്റെ പരിപാടിയിലൊക്കെ തന്നെ സാന്നിധ്യം കൊണ്ട് നിൽക്കുന്നത്. ഇടുക്കിയിൽ പരിപാടി അവതരിപ്പിക്കുകയായിരിക്കായിരുന്നു, അതിൻ്റെ തലേ ദിവസമാണ് എന്ത് പറ്റിയത്, അറസ്റ്റിലായത്. അങ്ങനെ സർക്കാർ അത് വേണ്ടെന്ന് വയ്ക്കുകയാണ്. സർക്കാരിൻ്റെ പരിപാടി എന്താണ്, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. അതിലാരെ വിളിക്കുന്നത്, വേടനെ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വിരോധാഭാസമാണ്. അപ്പോൾ ഈ സംഗതി 5 ഗ്രാം കഞ്ചാവെന്ന് പറയുന്നത് വലിയ സംഭവം അല്ലല്ലോ എന്ന് നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ NDPS ആക്ട് വെച്ച് നോക്കിയാൽ വലിയ സംഭവമല്ല, കാര്യം സ്റ്റേഷൻ ജാമ്യം കിട്ടും. 1/2 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, റിമാൻഡ് ചെയ്ത് കോടതി ഹാജരാക്കി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ, എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്, ഈ നിയമത്തിലെ ഏറ്റവും വലിയൊരു അപാകതയാണ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു വകുപ്പാണ് NDPS ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലിയൊരു ലൂപ്പാണെന്ത്, ഇത്ര ഗ്രാമിൽ താഴെ കൈവശം വെച്ചാൽ കുഴപ്പമില്ല, സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടാൻ പറ്റുന്നതാണ്. ഇനി വലിയ ലിങ്കിലേക്ക് പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അളവ് കൈവശം വയ്ക്കുന്ന ആളുകളെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പിടിച്ചകത്തിടാനായിട്ട് വകുപ്പുള്ളൂ. ഉപയോഗിക്കുന്നവൻ എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ഇതുപോലെ എസ്കേപ്പ് ആവാനുള്ളൊരു വകുപ്പുണ്ട്. ആ ചിത്രത്തിൽ തന്നെ കണ്ടുപോകും എത്രത്തോളം സിഗരറ്റ് കുറ്റികളാണ് അതിനകത്ത് കിടന്നതെന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള റോള് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ, ബീഡി, അതുപോലെ ക്രഷർ, അതായത് ഈ കഞ്ചാവ് പൊടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രഷർ, അങ്ങനെയുള്ള നിരവധി സാധനങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി താൻ ഉപയോഗിച്ചു എന്നാണ് വേടൻ തന്നെ പറയുന്നത്. അപ്പോൾ ഇതിലധികം 5 ഗ്രാം അല്ല, 50 ഗ്രാം അല്ല, അതിന് മുകളിലേക്ക് അളവ് അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. തുച്ഛമായത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, എക്സൈസിന് പിടിച്ചെടുക്കാനായി സാധിച്ചിട്ടുള്ളൂ. ഇനി വേടൻ താമസിക്കുന്ന ഫ്ലാറ്റിലുള്ളവരോട് ചോദിച്ചപ്പോൾ വേടനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ വേറെ മോശകരമായിട്ടുള്ള ഒരു ഇടപാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുമോ? ഞാൻ ഒരുപാട് പോസ്റ്റുകൾ കണ്ടായിരുന്നു. അതിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, നടി കൂടിയായിട്ടുള്ള ലാലി PM അല്ലേ, അതായത് ഈ കഞ്ചാവ് ഉപയോഗിച്ചു, ഇത് വലിയ മഹാ അപരാധമാണോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളോട് കഞ്ചാവ് ഉപയോഗിക്കണം എന്നാണോ പറയുന്നത്? സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ വിളിച്ചു പറയുന്നു, ഈ പറയുന്നത് പോലെ സവർണ മേധാവിത്വത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാം എന്നാണോ? അതുപോലെ സവർണ ആയാലും അവർണ ആയാലും ആ ഒരു വിഷയം ഇതിനകത്തേക്ക് വരുന്നില്ല. ആര് തന്നെ ഉപയോഗിച്ചാലും അതെന്താണ്, തെറ്റാണ്. അവർ അർഹിക്കുന്ന എന്ത് ചെയ്യണം, ശിക്ഷ അനുഭവിക്കണം. എന്നാലിപ്പോൾ വേടനെ കുരുക്കായിരിക്കുന്ന മറ്റൊരു വിഷയമാണ്, ഈ കേസൊക്കെ കഴിഞ്ഞു, സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടു, പക്ഷേ ഫോറസ്റ്റ് വിട്ടില്ല. കാരണം നമ്മൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, വേടൻ്റെ കഴുത്തിൽ ഒരു മാല കാണും, ഒരു പുലിനഖത്തിൻ്റെ പോലത്തുള്ള ഒരു മാലയുണ്ട്. ഈ ലോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നത് പുലിയുടെ നഖമാണെന്നുള്ളത് വനം വകുപ്പ് വന്നപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായി. വേടൻ്റെ ദിവസം വേട സമ്മതിക്കുകയും ചെയ്തു. ആദ്യം പറഞ്ഞത് തായ്ലൻഡിൽ നിന്ന് എത്തിച്ചതാണെന്ന്. ഇന്ത്യൻ വന്യജീവി വകുപ്പ് നിയമപ്രകാരം, ഫോറസ്റ്റിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ പൊതുവെ പറയാറുണ്ട്, വനംവകുപ്പിൻ്റെ ഒരു കേസിൽ പിടിക്കപ്പെട്ട ജയിലിടിഞ്ഞാലും എന്ത് ചെയ്തില്ല, പുറത്തു വരത്തില്ല. ഒരു മനുഷ്യനെ കൊല്ലാം, പക്ഷേ വന്യജീവിയെ, ഷെഡ്യൂൾഡ് വിഭാഗത്തിൽ കിടക്കുന്ന ഒരു ജീവിയെ കൊന്നാൽ എന്ത് ചെയ്യത്തില്ല, അവന് കൊന്നാലും പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതേ ഒരു അവസ്ഥയാണ് വേടൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് പുറരാജ്യത്തുനിന്ന് കൊണ്ടുവന്നാലും നമ്മുടെ രാജ്യത്തുനിന്ന് വേട്ടയാടി എടുത്തതായിരുന്നാൽ പോലും കേസ് തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അതിൽ ശിക്ഷ എന്താ, അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു പേര് കൂടി കേൾക്കുന്നുണ്ട്, അതായത് എന്താണ്, രഞ്ജിത്ത് കുമ്പിടി. ഇയാൾ ശ്രീലങ്കൻ വംശജനാണ് എന്നുള്ള ഒരു സൂചന കിട്ടുന്നുണ്ട്. ഒരു ചെന്നൈയിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഇയാൾ വേടന് സമ്മാനമായി കൊടുത്തതാണെന്നും പറയുന്നു കഴിഞ്ഞ വർഷം.
അപ്പോൾ ഇത് പുലിനഖമായിരുന്നു കൊടുത്തത്. വേട എന്ത് ചെയ്തു, തൃശ്ശൂർ ഒരു ജ്വല്ലറി പോയിട്ട് അതിന് ഒരു ലോക്കറ്റ് ഘടിപ്പിച്ചു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കഴുത്തിൽ ഇട്ടുകൊണ്ട് ഓരോ പരിപാടിക്കായിട്ട് വരുന്നത്. നല്ല രസമാണ്, അത് കാണാൻ രസമാണ്. പക്ഷേ അത് നിയമപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടുള്ള ഒരു വസ്തുവല്ല. അപ്പോൾ അതിനുള്ള നടപടി എന്തായിരുന്നാലും സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വനം മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചു. കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 7 മുതൽ 10 വർഷം വരെ ഒരു പക്ഷേ ശിക്ഷ കിട്ടിയേക്കാം. അത്രയധികം ഗുരുതരമായ കുറ്റമാണ് ഇത്. എന്നാൽ ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട്, അതായത് ഈ പുലിനഖം കൊടുത്തു എന്ന് പറയുന്ന ആളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇയാളെ ചോദ്യം ചെയ്യാനായി സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇയാളെ കണ്ടെത്തിയില്ല എങ്കിൽ ഇതിന് കുറ്റക്കാരൻ ആര് തന്നെയാണ്? വേടൻ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലോ മറ്റുള്ള സൗഹൃദമാണ്, അതിനപ്പുറത്തേക്ക് മറ്റൊരു സൗഹൃദം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ വേടന് ഈ ഒരു കേസിൽ കഞ്ചാവ് ഉപയോഗിച്ചതിനേക്കാളും വനംവകുപ്പിൻ്റെ കേസിൽ പെടുമെന്നൊരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ശ്രീനാഥ് ബാസി, ഖാലിദ് റഹ്മാൻ, ഇപ്പോൾ വേടൻ. ഇതിപ്പോൾ നമ്മൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഈ ലഹരി ഉപയോഗം വളരെ വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ എന്താണ്, നമ്മളൊക്കെ തന്നെ വളരെ താരാരാധനയോട് കൂടി നോക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ഈ പേരുകളിലുള്ള ആളുകളൊക്കെ തന്നെ. ഇവരൊക്കെ എന്ത് മെസ്സേജാണ് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ തന്നെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അഭിനയിക്കുന്നവരല്ലേ, ഞങ്ങൾ എന്തിനാണ് സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്നതെന്ന്. പക്ഷേ ഒരു കാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. സിനിമയെന്ന് പറയുന്നത് കൃത്യമായൊരു സന്ദേശമായിരുന്നു, നന്നായിട്ട് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുമായിരുന്നു. ഒരുപാട് സാമൂഹ്യ പരിഷ്കരണം അതിലൂടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, പണ്ട് കാലത്തെ നാടകം, സിനിമകളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയം പറയുമായിരുന്നു. ഇപ്പോഴത്തെ സിനിമകളിൽ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, ഇല്ല എന്നല്ല. അതിലൂടെ പല മാറ്റങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കും. ഒരു സിനിമ കൊണ്ട് തന്നെ ഒരു വലിയ വിപ്ലവം ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും തെറ്റു പറയാൻ സാധിക്കത്തില്ല. ഉറപ്പായിട്ട് അവർക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കും. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവർ ശരിയായ രീതിയിലാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അവരുടെ പറച്ചിലൊന്നാണ്, പ്രവൃത്തി വേറൊന്നാണ്, അവർ ചെയ്ത് കൂട്ടുന്ന മറ്റു രീതിയിലാണ്. ഇനി ഇതൊന്നും തന്നെ ശരിയല്ലാത്ത ഒരു കൂട്ടം ആളുകൾ എന്തൊക്കെയോ അഭിപ്രായം കാണിച്ച് എവിടെയൊക്കെയോ, ഇപ്പോൾ ഒരാൾ അകത്തായിരിക്കുന്നത് ആറാട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, എന്താണ് ഈ പുള്ളി ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഈ പുള്ളി, എന്ത് വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നതെന്നുള്ളത് ആർക്കും തന്നെ അറിയത്തില്ല. റിവ്യൂവർ എന്നാണ് സ്വയം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിവരവും വിദ്യാഭ്യാസവും യാതൊരു തരത്തിൽ തലയ്ക്ക് വെളിവില്ലാത്ത നിരവധി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വൈറാലിറ്റിയൊക്കെ ഓക്കെയാണ്, പക്ഷേ അവർ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം നമ്മുടെ തലമുറയെ അത് ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു. കാര്യം, ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ആൾക്കാർക്ക് പുതുതലമുറയ്ക്കിടയിൽ വലിയ സ്വീകാര്യതയാണ്. ഒരു താരാരാധന കിട്ടുകയാണ്. അവരെ കളിയാക്കിയായിരുന്നാലും ആക്ഷേപിച്ചായിരുന്നാലും അവർക്കൊരു വലിയ ഇമേജ് കിട്ടുക. മനസ്സിലാകാത്തതുകൊണ്ടോ ആണോ എന്തോ, ഒരു പക്ഷേ അത് ആസ്വദിക്കുന്നുണ്ടായിരിക്കാം. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നു ഇവർ എന്ത് മണ്ടത്തരാണ് വിളിച്ചു പറയുന്നത്. പക്ഷെ ഇവർക്ക് പിന്നാലെ ഈ ഓൺലൈൻ ചില മീഡിയാസും ഉണ്ട്. അതാണ് രാവിലെ മുതൽ അവരെ തന്നെയാണ് ഏറ്റവും പ്രധാന കുറ്റക്കാർ അവർ തന്നെയാണ്. കാരണം ഇവർക്ക് പിറകെ ഇങ്ങനെ നടക്കുകയാണ് റീച്ചിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ മോശകരമായ രീതിയിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു രീതി തന്നെയാണിത്. അപ്പോൾ ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നേരത്തെ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാനും ബാസി മാത്രമല്ലല്ലോ, ഈ സിനിമയിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾ മാത്രം എന്തിന്, ഈ ഒരു ചോദ്യമാണ് ഷൈൻ ടോം ചാക്കോ ചോദിച്ചത്. ശ്രീനാഥ് ബാസി ബാംഗ്ലൂർ ഇപ്പോൾ ചികിത്സയിലാണ്. അല്ല, ഷൈൻ ടോം ചാക്കോ ചികിത്സയിലാണ്. ശ്രീനാഥ് ബാസി ഇപ്പോൾ എക്സൈസ് സംഘത്തോട് പറഞ്ഞേക്കുന്നത് എനിക്കും മുക്തി വേണം, സഹായിക്കണം പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യമാണ്, ഉറപ്പായിട്ട് സഹായിക്കണം. അങ്ങനെ ആരെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുന്നെങ്കിൽ അവർ സഹായിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെയൊക്കെ മറ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സിനിമാ മേഖലയിലുണ്ട്. ഇപ്പോൾ ഖാലിദ് റഹ്മാനെ അതുപോലെ തന്നെ സുഹൃത്തുക്കളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇവർക്ക് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അവർ അത് മാത്രമല്ല, അവർ ഇതേ വകുപ്പ് തന്നെയാണ്. പിടിക്കപ്പെട്ടാലും സ്റ്റേഷൻ ജാമ്യം എന്ത് ചെയ്യും, ചെറിയ അളവിലാണ്. പക്ഷെ വളരെ നോർമൽ ആയിട്ടാണ് ഇരിക്കുന്നത്. പോലീസ് വന്ന് അത് ചോദിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഇതിന്റെ ഒരു പൊതി വെച്ചേക്കുക, പക്ഷെ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. എന്തോ ഇതിലേക്ക് തന്നെ ഒരു പ്രധാന കണ്ണി എല്ലാവരും ചോദിക്കുന്നത്, ഈ ചെറിയ അളവിലൊക്കെ ഉപയോഗിക്കുന്നവരെ പിടിച്ചാൽ മതിയോ? ഇതിന്റെ പുറകിൽ വലിയ ഇരകളില്ലേ, അവരെ പിടിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇവരെയൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരെ പിടിച്ചാൽ മാത്രമേ വലിയ ലിങ്കിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാവുന്നതാണ് തസ്ലീമ ആലപ്പുഴയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടി. എനിക്ക് തോന്നുന്നു തസ്ലീമ പിടികൂടിയതിനു ശേഷമാണ് പേരുകൾ കേട്ടതും ഈ ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ലഭിക്കുന്നത്. അത് വലിയൊരു കഞ്ചാവ് വേട്ടയായിരുന്നു. എങ്ങനെയാണ് അത് പിടിക്കാൻ സാധിച്ചത്? ചെറിയ ചെറിയ ലിങ്കുകളിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ മെയിൻ ലിങ്കുകളിലേക്ക് എത്താനായി സാധിക്കൂ. തസ്ലീമ കേരളത്തിൽ തന്നെ പ്രധാന ഒരു സപ്ലയറാണ്. തസ്ലീമയുടെ ഒരു സുഹൃത്തുണ്ട്, അയാൾ നാട് വിട്ടിരിക്കുകയാണ്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് മെയിനായിട്ട് ഈ സാധനം എന്ത് ചെയ്യുന്നത്, കേരളത്തിലേക്ക് എത്തിക്കുന്നത്. സിനിമാ സെറ്റിലെ ഒരു പ്രധാന വിതരണക്കാരിയാണ് തസ്ലീമ എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പ്രധാനപ്പെട്ട മോഡലുകൾക്കൊക്കെ തന്നെ എന്തുണ്ട്, തസ്ലീമയായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മോഡലിനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ സൗമ്യ അവർ പറഞ്ഞത്, റിയൽ മീറ്റുമായി ബന്ധപ്പെട്ട് തസ്ലീമയുമായി 5 വർഷത്തെ പരിചയമുണ്ട്. റിയൽ മീറ്റ് എന്ന് പറയുമ്പോൾ അറിയാത്ത ആളുകളുമായി എന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാർ മുഖേന എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുത്തി കൊടുത്ത് സൗഹൃദം സ്ഥാപിക്കുന്ന, ഡേറ്റിങ്ങിലേക്കോ മറ്റോ പോകുന്ന രീതിയിലേക്കോ എങ്ങനെയാണോ അത് അവരുടെ
റൂൾസ് അനുസരിച്ചിട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഇടപാടാണ് ആര് തമ്മിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പോലീസ് വ്യാഖ്യാനിക്കുന്ന വേറൊരു രീതിയിലാണ്. പെൺവാണിഭത്തിൻ്റെ മറ്റൊരു തലം, അതായത് ഉഭയസമ്മത പ്രകാരം പരസ്പരം എന്ത് ചെയ്യുന്നു, വാണിഭത്തിന് കൂട്ടുവയ്ക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ 8 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ബാസി ഉണ്ടായിരുന്നു, ഷൈൻ ടോം ചാക്ക ഉണ്ടായിരുന്നു, തസ്ലീമ ഉണ്ടായിരുന്നു, ഒപ്പം ഈ പുതിയ മോഡലും ഉണ്ടായിരുന്നു. മോഡലിന് അറിയാവുന്ന കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്തായിരുന്നാലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായിരുന്നാലും കേരളത്തെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സജീവമായിട്ട് കുറേ കാലം കൊണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നൊരു ശുഷ്കാന്തി കുറച്ച് നേരത്തെ കാണിക്കേണ്ടതായിരുന്നു. ഇനിയും താമസിച്ചിട്ടില്ല. ഇനിയെങ്കിലും എന്ത് ചെയ്യുക, ഇതിനെതിരെ ശക്തമായി തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്.